ഹായ് ഹലോ നമസ്കാരം. PG3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് മിക്സഡ് മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. മിക്സഡ് മോക്ക് ടെസ്റ്റ് ഓൾറെഡി നമ്മൾ 8 പാർട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ 9ാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സിലെ ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയൻസിൻ്റെ മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ സോഷ്യലിൻ്റെ മേഖലകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മോക്ക് ടെസ്റ്റിനകത്തേക്ക് കിടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ ചാനലിൽ കാണുന്ന പകുതി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, എന്നാൽ പകുതി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ അവരോടുള്ള ഒരു റിക്വസ്റ്റാണ്. കാരണം നിങ്ങളുടെ ഇത്തരത്തിലുള്ളൊരു ചെറിയ സപ്പോർട്ടാണ്, സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾക്കും ഈ ക്ലാസ് ചെയ്യാനായിട്ടുള്ളൊരു കുറച്ചുകൂടി ഒരു ഊർജ്ജം ലഭിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റിൻ്റെ സീരീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്ന തിങ്കളാഴ്ച മാർച്ച് 25-ാം തീയതി പുതിയ LP-UP ക്രാഷ് ബാച്ച് 17ാമത്തെ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഡെയിലി നിങ്ങൾക്ക് 3 മണിക്കൂറിൽ കൂടുതൽ ലൈവ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും റെക്കോർഡഡ് ക്ലാസ്സുകൾ പഠിക്കാനായിട്ട് നമ്മൾ ടൈം ടേബിൾ തരും. അതുകൂടാതെ കറണ്ട് അഫെയർ പഠിക്കാനായിട്ട് തരും. സൈക്കോളജിയുടെ മുൻകാല ചോദ്യങ്ങൾ സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും ഒക്കെ കാരണം സൈക്കോളജിക്ക് 20 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ 20 മാർക്ക് നമുക്ക് അങ്ങനെ കറക്റ്റ് ആ ഒരു കിട്ടാതായിട്ടുള്ള രീതിയിൽ മാക്സിമം എത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ട് ടൈം ടേബിൾ പ്രകാരമാണ് നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനായിട്ട് തരുന്നത്. എല്ലാ ആഴ്ചയിലും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതായത് നമ്മുടെ സിലബസിൽ പറയുന്ന രീതിയിലുള്ള 100 മാർക്കിൻ്റെ OMR പേപ്പറിൽ ബബിൾ ചെയ്യുന്ന രീതിയിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടാവും. ഫുൾ ടൈം മെൻ്റൽ സപ്പോർട്ട് ഉണ്ടാവും. ബാക്കി കൂടുതൽ അറിയണമെങ്കിൽ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നമുക്ക് നേരെ ഇനി മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ തിങ്കളാഴ്ചയാണ് പുതിയ ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നത് LP-UPക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കേട്ടറ്റിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ തുടരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാർപ്പറ്റിൽ നിന്ന് പൊടി നീക്കം ചെയ്യാൻ കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു. ഇതിന് പിന്നിലെ ശാസ്ത്ര തത്വം എന്താണ്? ഓക്കെ, അതായത് കാർപ്പറ്റിൽ നിന്ന് നമ്മൾ നിലത്ത് വിരിക്കുന്ന കാർപ്പറ്റ് ഉണ്ടല്ലോ അല്ലേ, അതിൽ നിന്ന് പൊടി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു. ഇതിന് പിന്നിലെ ശാസ്ത്ര തത്വം എന്താണ്? ചലന ജഡത്വം, നിശ്ചല ജഡത്വം, അഭികേന്ദ്ര ത്വരണം, സമവർത്തുള ചലനം. ഇതിലേതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത 2, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് എന്നാണ് പറയുന്നത്. താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കുക, ഓപ്ഷൻ എ വൈദ്യുത ജനറേറ്റർ എന്ന് തന്നിട്ട് പറയുന്നുണ്ട്. യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജോഡി നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ജോഡി. ഫാനാണ് പറയുന്നത്. ഫാൻ എന്താണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. സി ഇസ്തിരിപ്പെട്ടി താപോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഡി വൈദ്യുത ബൾബ് വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമാക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു തവണ വായിച്ചാൽ തന്നെ ഇത് കിട്ടും. എഴുതുക. സമയം കൂടുതൽ വേണ്ട ഒരു പോസ് ചെയ്തോളൂ. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഭൂവൽക്കത്തിലെ പ്രധാന മൂലകങ്ങളുടെ കൂടിയ അളവിലുള്ളവയിൽ നിന്ന് കുറഞ്ഞ അളവിലേക്കുള്ളവ എന്ന രീതിയിൽ ശരിയായി ക്രമപ്പെടുത്താനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് ഏറ്റവും കൂടുതലുള്ളവ, പിന്നെ കുറവ്, പിന്നെ കുറവ്, പിന്നെ കുറവ്, ആ രീതിയിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 ഓപ്ഷൻ ഉണ്ട്. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, ഇരുമ്പ്, അലുമിനിയം, ഓക്സിജൻ, സിലിക്കൺ, ഇരുമ്പ്, ഓക്സിജൻ, അലുമിനിയം, സിലിക്കൺ, ഇരുമ്പ്, അലുമിനിയം, ഇരുമ്പ്, ഓക്സിജൻ, സിലിക്കൺ. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ്, ഈ മൂലകങ്ങളെ കൂടിയ അളവിൽ നിന്നും കുറഞ്ഞ അളവിലേക്ക് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ, അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് പറഞ്ഞിട്ട് ഇവിടെ 5 ഘടകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതിനകത്ത് അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. നോക്കുക ഏതൊക്കെയാണ്. ഒന്ന് കാൽസ്യം കാർബണേറ്റ് പറയുന്നുണ്ട്, പിന്നീട് അലുമിനിയം കാർബണേറ്റ് പറയുന്നുണ്ട്, പിന്നീട് സോഡിയം ബൈകാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, അപ്പോൾ ഇവയിൽ അൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നോക്കുക 1 2 3 4 5 എണ്ണം ഉണ്ട്. ഓപ്ഷൻ നോക്കുക 1 2 3 2 3 4 5 1 3 4 എല്ലാം ശരിയെന്ന് പറയുന്ന 4 ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. തിരഞ്ഞെടുത്ത് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ എഴുതുക. സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ശരിയായ കാരണങ്ങൾ എന്തെല്ലാം? ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ശരിയായ കാരണങ്ങൾ എന്തെല്ലാം എന്നാണ് പറയുന്നത്. ഭക്ഷണശീലത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ വന്ന മാറ്റങ്ങൾ, 2 വ്യായാമമില്ലായ്മ, 3 മാനസിക സംഘർഷം, 4 മയക്കുമരുന്ന് ഉപയോഗം. 4 കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഓപ്ഷൻ നോക്കുക 1 2 എന്നിവ, 1 2 4 എന്നിവ, 2 3 4 എന്നിവ, ഇവയെല്ലാം എന്നും പറയുന്നുണ്ട്. 4 ഓപ്ഷൻ ഉണ്ട്. നോക്കുക
ഈ പറയുന്ന 4 കാരണങ്ങൾ നോക്കുക. ഇതിലേതൊക്കെയാണ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ശരിയായ കാരണം എന്ന് പറഞ്ഞ് നോക്കുക. അതിനുശേഷം ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതുക. ഓക്കെ, 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 6ാമത്തെ ക്വസ്റ്റ്യൻ തഹ്സീബുൽ അഖ്ലാഖ്. ഓക്കെ, തഹ്സീബുൽ അഖ്ലാഖ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദ്യം. എന്താണ് തഹ്സീബുൽ അഖ്ലാഖ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, ബദ്രുദ്ദീൻ തിയാബ്ജി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പത്രങ്ങളും അതിൻ്റെ സ്ഥാപകരൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു പത്രം നോക്കുക, തഹ്സീബുൽ അഖ്ലാഖ് എന്ന് പറയുന്നത് ആരുടെ പത്രമാണെന്നുള്ളത് നോക്കുക. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 4 പ്രസ്താവനകൾ ഇവിടെയുണ്ട്. അല്ല, ആദ്യത്തെ നോക്കൂ. ഡൽഹൌസി പ്രഭു ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ്. ആദ്യത്തെ പ്രസ്താവന. 2, സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ മുത്തച്ഛൻ എന്നറിയപ്പെടുന്നു. ഓക്കെ. 3, രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഓക്കെ. 4, ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. 4 പ്രസ്താവനകൾ ഇവിടെ തന്നിട്ടുണ്ട്. 4 ഓപ്ഷനുകൾ നോക്കുക. ഈ പ്രസ്താവനകളിൽ എന്താണ് പറയുന്നത്, ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യങ്ങളുള്ളത്. ഇപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതുക. നമുക്ക് 7 കഴിഞ്ഞു. ഇനി നമുക്ക് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 8, താഴെ കൊടുത്തിരിക്കുന്ന പത്രങ്ങളും അവ സ്ഥാപിച്ച വർഷങ്ങളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഇവിടെയും 4 ജോഡികളുണ്ട്. ഒന്ന് സ്വദേശാഭിമാനി 1910, പശ്ചിമോദയം 1847, കേരള കൗമുദി 1911, അൽ അമീൻ 1924. അങ്ങനെ 4 പത്രങ്ങളും അവ സ്ഥാപിച്ച വർഷങ്ങൾ തന്നിട്ടുണ്ട്. ഇവയിൽ ഏതെല്ലാം ജോഡികളാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. അതിനകത്ത് നോക്കുക, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് കൃത്യമായിട്ടുള്ളത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പത്രങ്ങളും അത് സ്ഥാപിച്ച വർഷം നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പഠിക്കുക. ഇത് പഠിച്ചിട്ടുള്ളവരെന്ത് ചെയ്യുക, നിങ്ങൾ എഴുതുക. എഴുതിയിട്ട് അറിയാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ഇത് പഠിച്ചിരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിക്കോട്ടെ, ഇത്തരത്തിലുള്ള ജോഡികളായിക്കോട്ടെ, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലക്കയൊന്നുമല്ല എന്ന് അഭിപ്രായപ്പെട്ടതാര്? അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലക്കയൊന്നുമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, വഖം അബ്ദുൽ ഖാദർ മൗലവി, സി കൃഷ്ണൻ, സി വി കുഞ്ഞിരാമൻ. ഓക്കെ, ആരാണ് എന്ത് പറഞ്ഞത്? അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലക്കയൊന്നുമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആര് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത് എഴുതുക. നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 10 നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചുവടെ തന്നിട്ടുള്ളവയിൽ കിഴക്കൻ മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 3 പ്രസ്താവനകൾ ഇവിടെ പറയുന്നുണ്ട്. അതിലൊന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് എന്ന് പറയുന്നുണ്ട്. ഏത്? കിഴക്കൻ മലനിര. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് കിഴക്കൻ മലനിരകളുമായി ബന്ധപ്പെട്ടവയാണ് പറയുന്നത്. 1ാമത്തെ പ്രസ്താവന. 2, കിഴക്കൻ മലനിരകൾ പൂർവാചൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2ാമത്തെ പ്രസ്താവന. 3, കിഴക്കൻ മലനിരകളിൽ നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. 3 പ്രസ്താവനകൾ ഇവിടെ പറഞ്ഞു. ഇവിടെ 4 ഓപ്ഷൻ നോക്കുക. ആ ഓപ്ഷനിൽ നിന്നും കൃത്യമായിട്ടുള്ള എന്താണ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. ഓക്കെ, സമയം വേണ്ടവർ പോസ് ചെയ്ത് വെച്ചോളൂ. 10 ക്വസ്റ്റ്യൻ നമ്മളായി. 10നകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സിമ്പിൾ ആയിട്ടുള്ള ഉണ്ടായിരുന്നു, കുറച്ച് കൺഫ്യൂസ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കൺഫ്യൂസ് ആക്കുന്നൊന്നുമില്ല, ചെറിയ രീതിയിൽ അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. 10 കഴിഞ്ഞു. ഇനി നമ്മൾ മാർക്കിലേക്ക് കിടക്കുകയാണ്. കൃത്യമായിട്ട് മാർക്ക് ഇടുക. എത്ര മാർക്ക് കിട്ടിയെങ്കിലും അതിടുക. നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞാൽ ടെൻഷനൊന്നും അടിക്കേണ്ട. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇമ്പ്രൂവ് ആയി വരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അതെന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ട്. മടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസിൽ ഞാൻ ചെറിയൊരു ടിസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ട്. ഓക്കെ, ചിലർക്കെങ്കിലും ആൻസർ എഴുതിയവർക്ക് ഒരു ടിസ്റ്റ് തോന്നിയിട്ടുണ്ടാവും. എന്താ ടിസ്റ്റ് എന്നുള്ളത് ഞാനത് ഇതിൻ്റെ അവസാനം പറയാം. ഓക്കെ, കാരണം അത് ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ചെയ്യുന്നൊരു അബദ്ധം കൂടിയാണ്. ആ അബദ്ധം പലരും ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തിട്ടുള്ളത്. അതെന്താണെന്നുള്ളത് ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർ എഴുതിയവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും നോക്കൂ. കാർപ്പറ്റിൽ നിന്ന് പൊടി നീക്കം ചെയ്യാൻ കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു. ഇതിന് പിന്നിലെ ശാസ്ത്രതത്വം എന്താണ്? നമ്മൾ നിർത്തിയിട്ട ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുന്ന സമയത്തൊക്കെ സംഭവിക്കുന്ന അല്ലേ, എന്തായിരുന്നു അത്? നിശ്ചല ജഡത്വം അല്ലേ. ഓക്കെ, അപ്പോൾ അതിന് എന്താണ് ഉത്തരം? ഓപ്ഷൻ ബി, നിശ്ചല ജഡത്വമാണ് ഇവിടെ ഉത്തരം. ആ ഓപ്ഷൻ സഹിതം നമുക്ക്
അതിന് ആ ഒരു സന്ദർഭത്തുമായിട്ട് നമുക്ക് തിങ്ക് ചെയ്താൽ തന്നെ, ആലോചിച്ചാൽ തന്നെ, കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും നിശ്ചല ജഡത്വം. അതാണ് ഇവിടുത്തെ സംഭവിക്കുന്ന ശാസ്ത്രതത്വം എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ 2, താഴെ പറയുന്നവയിൽ ശരിയല്ലാത്ത ജോഡി ഏത് എന്നാണ് പറയുന്നത്. വൈദ്യുത ജനറേറ്റർ യാന്ത്രികോർജ്ജം. വൈദ്യുത ജനറേറ്റർ എന്താണ്? യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുക ചെയ്യുന്നതാണ് ജനറേറ്റർ അല്ലേ. ഇപ്പോൾ ജനറേറ്റർ മോട്ടറാണെങ്കിലോ, വൈദ്യുത മോട്ടറാണെങ്കിൽ നമ്മൾ വൈദ്യുതി കൊടുക്കും, അത് യാന്ത്രികോർജ്ജം, അല്ലെങ്കിൽ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കുന്നത് മോട്ടറും. എന്നാൽ വൈദ്യുത ജനറേറ്റർ എന്താണ് ചെയ്യുന്നത്? ജനറേറ്റർ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കുന്നു. അപ്പോൾ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ശരിയല്ലാത്ത ജോഡിയാണ് വേണ്ടത്, തെറ്റായിട്ടുള്ളതാണ് വേണ്ടത്. ഫാൻ എന്താണ് ചെയ്യുന്നത്? ഫാനിലേക്ക് നമ്മൾ വൈദ്യുതി കൊടുക്കുക ചെയ്യുക. അങ്ങനെ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് ആ വൈദ്യുതോർജ്ജത്തെ അതെന്താക്കുന്നു? യാന്ത്രികോർജ്ജമാക്കിയിട്ട് കറങ്ങുന്നു, നമുക്ക് കാറ്റ് കിട്ടുന്നു. അപ്പോൾ അത് ശരിയാണ്. നമുക്ക് ഇസ്തിരിപ്പെട്ടിയിലേക്ക് നമുക്ക് എന്താ ചെയ്യുക? നമ്മൾ ഇസ്തിരിപ്പെട്ടിയും കണക്ട് ചെയ്യുക. വൈദ്യുതോർജ്ജമാണ് ഇസ്തിരിപ്പെട്ടിയിലേക്ക് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നമുക്കത് താപോർജ്ജം തരും. പക്ഷെ ഇവിടെ എന്താണ്? താപോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ ശരി ഉത്തരമായിട്ട് വരിക. നോക്കുക, അടുത്ത് നോക്കുകയാണെങ്കിൽ വൈദ്യുത ബൾബ്. സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും. സ്വിച്ച് ഇടണമെങ്കിൽ വൈദ്യുതോർജ്ജമാണ് അവിടെ കൊടുക്കുന്നത് അല്ലേ. വൈദ്യുതോർജ്ജം എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രകാശോർജ്ജമായിട്ടും ബൾബായതുകൊണ്ട് തന്നെ താപോർജ്ജമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ഇവിടെ പറയുന്നത്? ശരിയല്ലാത്ത ജോഡി എന്ന് പറയുന്നത് ഇസ്തിരിപ്പെട്ടിയാണ്. കാരണം ഇസ്തിരിപ്പെട്ടി വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറഞ്ഞിട്ടുള്ള താപോർജ്ജം വൈദ്യുതോർജ്ജമാക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവിടെ ശരിയല്ലാത്ത ജോഡി ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത് നോക്കൂ. ഭൂവൽക്കത്തിലെ പ്രധാന മൂലകങ്ങളുടെ കൂടിയ അളവിൽ നിന്ന് കുറഞ്ഞ അളവിലേക്കുള്ളവ എന്ന രീതിയിൽ ശരിയായ ക്രമം അല്ലേ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജനാണ്. അത് നമുക്കറിയാം അല്ലേ. അത് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഈ 2 എണ്ണം നമുക്ക് വെട്ടിപ്പോവും അല്ലേ. ഓക്സിജൻ എന്ന് പറയുന്ന 2 എണ്ണം ഉണ്ട്. നോക്കൂ, ഇനി ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ഏതാണ്? അത് സിലിക്കൺ അല്ലേ. അപ്പോൾ അത് കിട്ടിയാൽ തന്നെ നമുക്ക് ഇതങ്ങോട്ട് വെട്ടിക്കളയാൻ പറ്റും, കാരണം അത് അലുമിനിയാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്സിജനാണ് ഏറ്റവും കൂടുതലുള്ള മൂലകം, അത് കഴിഞ്ഞാൽ സിലിക്കൺ, പിന്നെ അലുമിനിയം, പിന്നെ ഇരുമ്പ്. ആ ഒരു ഓർഡറിലാണ് അത് വരുന്നത്. അത് കൃത്യമായിട്ട് ഓർഡർ പഠിച്ചു വെക്കുക. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, ഇരുമ്പ്. ഓക്സിജൻ, സിലിക്കൺ, അലുമിനിയം, ഇരുമ്പ്. ഓക്കെ അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ അല്ലേ. ആൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാൽസ്യം കാർബണേറ്റ് ആൻറ്റാസിഡിലെ ഘടകമല്ലേ? അതെ. അപ്പോൾ അത് ഘടകമാണ്, ഒന്ന് ഘടകമാണ്. അടുത്ത് നോക്കുക, അലുമിനിയം കാർബണേറ്റിലേക്ക് പോവുകയാണെങ്കിൽ അതും ഘടകം തന്നെയാണ്. സോഡിയം ബൈകാർബണേറ്റ് അല്ലേ. സോഡിയം ബൈകാർബണേറ്റ് ഘടകം തന്നെയാണ്. അപ്പോൾ 3 എണ്ണം ആയിട്ടുണ്ട്. പിന്നീട് അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ. ഇത് രണ്ടും എന്ത് തന്നെ. അപ്പോൾ ഈ 5ഉം ആൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് 5 എണ്ണം ശരിയായതുകൊണ്ട് തന്നെ എല്ലാം ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. ഓക്കെ അല്ലേ. കാരണം നിങ്ങൾ തെറ്റിക്കേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 5 എണ്ണം കറക്റ്റായിട്ട് തന്നെ അവിടെ ഇട്ടിട്ടുള്ളത്. 1, 2, 3, 4, 5 എണ്ണം. ഞാൻ 5 എണ്ണം ജസ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കുക. ആൻറ്റാസിഡുകളിലെ ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുള്ളത് ഇതിനകത്ത് വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ വരുന്നത്. അടുത്ത 5, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ശരിയായ കാരണങ്ങൾ ഏതല്ല. ഇവിടെ ശരിയായ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കും, ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതശൈലികളിലെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അല്ലെ, PSC രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിതശൈലി രോഗങ്ങളെ പറയാറുണ്ട് അല്ലേ. ജീവിതശൈലി രോഗങ്ങൾ, PSC, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ഇതൊക്കെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. നോക്കുക, നമ്മുടെ ഭക്ഷണശീലത്തിൽ വരുന്ന മാറ്റം അല്ലേ. അതെന്താണ്? ഇപ്പോൾ ഉള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതൽ തന്നെയാണ്. അതുപോലെ തന്നെയാണ് വ്യായാമ ഇല്ലായ്മ അല്ലെ. വ്യായാമ ഇല്ലായ്മ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് അല്ലേ. പിന്നെയോ മാനസികമായ സംഘർഷം. ഇന്നത്തെ പണ്ടത്തെക്കാളും ഇപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ മാനസിക സംഘർഷം കൂടുതലാണ് അല്ലേ. അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും കൂടുതലാണ്. അപ്പം നമുക്ക് 1, 2, 3, 4 എല്ലാം എന്താണ് ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ്, ശരിയായ കാരണങ്ങൾ തന്നെയാണ്. ഇവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്കിവിടെ തിരഞ്ഞെടുക്കാം. അപ്പോൾ 5ാമത്തെ ഉത്തരം ഡി ആണ്. ഇനി 6ലേക്ക് പോകുമ്പോൾ തഹ്സീബുൽ അഖ്ലാഖ് എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ പത്രം പഠിച്ചു വെക്കുക. തഹ്സീബുൽ അഖ്ലാഖ് എന്ന് പറയുന്ന പത്രം. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡൽഹൌസി പ്രഭു ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ശരിയല്ലേ. അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ആ പ്രസ്താവന ശരിയാണ്. അതുപോലെ തന്നെ സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യയുടെ മുത്തച്ഛൻ എന്നറിയപ്പെടുന്നു. അതും ശരി തന്നെയാണ് അല്ലേ. പിന്നീട് രാജാറാം മോഹൻ റോയ് ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നീട് ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ 4 പ്രസ്താവന ശരിയാണ്. ഈ 4ഉം പഠിച്ചു വെക്കുക, ഉപയോഗം വരും. ഓക്കെ അല്ലേ. ഇപ്പോൾ ഈ 4 എണ്ണം പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് എല്ലാം ശരിയാണ്. അതുകൊണ്ട് തന്നെ 1, 2, 3, 4 എല്ലാം ശരിയെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ 1, 2, 3, 4 ഓപ്ഷൻ ഡി. 4ഉം ശരിയായതുകൊണ്ട് തന്നെ നമുക്ക് 1, 2, 3, 4 എന്നിവ ശരി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ശരിയായത് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 7. ഇനി 8ലേക്ക് പോവുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പത്രങ്ങളും അവ സ്ഥാപിച്ച വർഷങ്ങളും തമ്മിലുള്ള ജോഡികളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വദേശാഭിമാനി 1910 എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വദേശാഭിമാനി ആരംഭിച്ച 1910 അല്ല, അത് പൂട്ടിയതാണല്ലേ. അതായത് 5-ൽ അഞ്ചുതെങ്ങിൽ ആരംഭിച്ച് 10-ൽ അല്ലേ, 10-ൽ അത് പൂട്ടി എന്ന് പറഞ്ഞിട്ട് അല്ലേ നമ്മൾ സ്വദേശാഭിമാനി ആരംഭിച്ച നാട് കടത്തിയൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഇത് സ്വദേശാഭിമാനി പത്രം ആക്ച്വലി 1910 1905 അഞ്ചുതെങ്ങിലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 5-ൽ അഞ്ചുതെങ്ങിൽ ആരംഭിച്ച പത്രമാണ് സ്വദേശാഭിമാനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും.
ഓക്കെ, അപ്പോൾ സ്വദേശാഭിമാനി 1905 അപ്പോൾ ഒന്നെന്ന് പറയുന്നത് നമുക്ക് എന്താണ് തെറ്റാണ്, ഒന്ന് ശരിയായിട്ടുള്ള ജോഡിയല്ല, കാരണം 1910 അല്ല, 1905. അടുത്ത് നോക്കൂ, പശ്ചിമോദയം 1847 എന്ന് പറയുന്നത് പശ്ചിമോദയം 1847 തന്നെയല്ലേ, അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ കേരള കൗമുദി 1911 ശരിയാണ്, കേരള കൗമുദി 1911. പിന്നീട് അല്ലമീൻ 1924 തന്നെയാണ് അല്ലമീൻ. അപ്പോൾ നമുക്കിവിടെ 2, 3, 4 എന്നിവ ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ഒന്നാമത്തെ തെറ്റാണ്, കാരണം 1905 അത്. അപ്പോൾ 2, 3, 4 ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 2, 3, 4 എന്നിവ ശരി. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഇവിടെയും ശരിയായിട്ട് വന്നിട്ടുള്ളത്. 8ാമത്തെ ഉത്തരം ഓപ്ഷൻ ഡി. നോക്കുക, അടുത്തത് 9, അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലയ്ക്ക് ഒന്നുമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലയ്ക്ക് ഒന്നുമല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവി, സി കൃഷ്ണൻ, സി വി കുഞ്ഞിരാമൻ. ഇത് ആരാണ്? നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ നോക്കുക, ഈ ഒരു കാര്യം സി വി കുഞ്ഞിരാമനാണ് ഉത്തരം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? അഭിപ്രായം എന്നത് ഒരു ഇരുമ്പുലയ്ക്ക് ഒന്നുമല്ല. ഇത് പഠിച്ചു വെച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. അടുത്ത് നോക്കുക, ചുവടെ തന്നിട്ടുള്ളവയിൽ കിഴക്കൻ മലനിരകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. എന്തിനെ പറ്റിയിട്ടാണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? കിഴക്കൻ മലനിരകളുമായി ബന്ധപ്പെട്ട്. നോക്കുക, സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശമാണ് ഈ കിഴക്കൻ മലനിരകൾ. ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കിഴക്കൻ മലനിരകൾ പൂർവാച്ചൽ എന്ന് പറയപ്പെടുന്നു. പൂർവാച്ചൽ, കിഴക്കൻ മലനിരകൾ പൂർവാച്ചൽ. ഓക്കെ, പിന്നെയോ കിഴക്കൻ മലനിരകളിൽ നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു. ശരിയല്ലേ? അതും ശരിയാണ്. അപ്പോൾ 1, 2, 3 എന്നിവ ശരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ പറഞ്ഞവയെല്ലാം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. ഇതിനകത്ത് നിങ്ങൾക്കൊരു ആദ്യത്തെ ഒരു 2-3 ചോദ്യങ്ങൾക്ക് ശേഷം ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 4 എണ്ണം അടുപ്പിച്ച് ഡി വന്ന 5ാമത്തെ ഡി ആണെങ്കിൽ പോലും നമ്മളൊരു പക്ഷേ നമ്മുടെ മൈൻഡ് പറയും ചിലപ്പോൾ ഇത് ഡി ആയിരിക്കില്ല, നമ്മളെ പറ്റിക്കാനായിരിക്കും എന്ന് പറഞ്ഞാൽ വേറെ ഓപ്ഷനിലേക്ക് പോകും. അങ്ങനെ പോയ കുട്ടികളുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ചെയ്തത്. കാരണം ഡി എന്ന് പറഞ്ഞ ഒരു അടുപ്പിച്ചൊരു 5 10 വന്നാൽ പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരം അത് തന്നെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡി തന്നെയാണ്. ഡി എന്ന് മാത്രമല്ല, നിങ്ങൾക്കത് സി ആണ് അടുപ്പിച്ച് വരുന്നത് അല്ലെങ്കിൽ അടുപ്പിച്ച് എ ആണ് വന്നെങ്കിൽ പോലും ഒരു പക്ഷേ അങ്ങനെ കൊടുക്കാം. ഓക്കെ, എല്ലാം എന്താണ് ABCD എന്ന് പറഞ്ഞാൽ മാറി മാറി ചിലപ്പോൾ വരണമെന്നില്ല. എങ്ങാനും വന്നാൽ ഒരു 5 എണ്ണമെങ്കിലൊക്കെ ചിലപ്പോൾ അടുപ്പിച്ചൊക്കെ വരും. മിനിമം 10 ഒന്നും വരില്ല. ഇവിടെ ഞാൻ നിങ്ങൾക്ക് തന്നു എന്ന് മാത്രം. ഓക്കെ, ഒരു കൺഫ്യൂസ് ആക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ തന്നു എന്ന് മാത്രം. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ശരിയെന്ന് പറയുന്ന ഉത്തരം ഡി തന്നെയാണോ അല്ലെങ്കിൽ എ തന്നെയാണോ? അടുപ്പിച്ച് മുകളിലത്തെയും 2 മുകളിലുള്ള അടുപ്പിച്ച് എ കിട്ടി, താഴെ എ വരുമോ എന്നൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ ആ ചോദ്യത്തിലേക്ക് നോക്കുക. നിങ്ങളതിൻ്റെ ഉത്തരം അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഓപ്ഷൻ തന്നെ എഴുതുക, മാറിക്കറുപ്പിക്കരുത്. ഓക്കെ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരുപാട് ഫാക്റ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിലൂടെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏതുവരെ പഠിച്ചു, എങ്ങനെയാണ് നിങ്ങളുടെ പഠനം കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മാർക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തായാലും അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. അതോടൊപ്പം തന്നെ ഈ വരുന്ന മാർച്ച് 25-ാം തീയതി ആരംഭിക്കുന്ന പുതിയ LP UP ക്രാഷ് കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കാം. 9747886626 എന്ന് പറയുന്നതാണ് PG3 അക്കാദമിയുടെ ഒഫീഷ്യൽ നമ്പർ. അപ്പോൾ അതിനകത്തേക്ക് നിങ്ങൾക്ക് വിളിച്ച് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ബാച്ചിനകത്ത് നമുക്ക് എന്താണ് ആദ്യം മുതൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ലൈവ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. ഫുൾ ടൈം മെൻറ്റർ സപ്പോർട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ്. അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്തവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.